ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുള്ളതുണ്ടല്ലോ, അപ്പോൾ അഖിൽമാരാൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും അല്ലേ. അവന് പ്രസവം ഈസിയാണ്. ഇങ്ങനെ പിന്നെ ഇത്ര പ്രസവിച്ച് കഴിഞ്ഞ് പണ്ടത്തെ ആൾക്കാർ പ്രസവിച്ച് കഴിഞ്ഞ് 2 കിലോ അരി കുത്താൻ പോയിന്, അങ്ങനെ ആക്കാൻ പോയിന്, ഇങ്ങനെ ആക്കാൻ പോയിന്. ഇത്ര വലിയ സുഖപ്രസവം പിന്നെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പ്രസവത്തെ വലിയൊരു ഭയങ്കര സീരിയസ് ആക്കി എടുത്തിട്ടെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ. തെൻവി പറഞ്ഞ് പിന്നെ അവരുണ്ടല്ലോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർ റീൽസ് എന്തോ കാര്യങ്ങൾ എടുത്തതാണ്, പക്ഷെ അതെടുത്തപ്പോൾ എല്ലാവരും റീൽസാക്കി സോഷ്യൽ മീഡിയ ആകെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് തെൻവി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് കണ്ടോക്കി. നല്ല എൻജോയ്മെൻ്റ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ മറ്റേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു, ഇതായിരിക്കും അഖിൽ മാരാർ പറഞ്ഞ സുഖപ്രസവം എന്നൊക്കെ. അപ്പം ഞാൻ ഇയാളാരാ, ഇയാൾ എന്ത് ചെയ്യുക, ഇയാളെ കുറിച്ച് എന്താ? കമൻറ്റ് സെക്ഷൻ മൊത്തം അതായിരുന്നു, വൈറൽ പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ അത് പറയാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പുള്ളീനെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളീനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അയാൾ ചെയ്ത വീഡിയോ കണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തോടെ എനിക്കങ്ങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഒരു ആണായിട്ട് ജനിച്ചിട്ട് ഒരു പെണ്ണിൻ്റെ ലൈഫ് എങ്ങനെയാണ്, ഒരു ഡെലിവറി എങ്ങനെയാണ്, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ, അയാൾക്കൊരു കൊച്ചുണ്ടോ, പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കാര്യമല്ലായിരുന്നു, ഇപ്പോൾ കാര്യമാണ് എന്നൊക്കെ പറയണ കേൾക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുക, ആ ഒരു ടൈമാണ് ഞാനത് കേൾക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ അങ്ങനെ ആരെയും താറ്റിയോ അങ്ങനെ ഒന്നും പറഞ്ഞ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ആ ടൈമിൽ അത് വല്ലാതെ ഒരു ഡിസ്കംഫർട്ടായിട്ട് തോന്നി. അപ്പോഴത്തേക്കാണ് ഞാൻ മറ്റേ ഒരു വീഡിയോ ചെയ്തിറക്കിയത്. മറ്റേ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നമുക്ക്. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെക്കാളും വൈറലായി. ഞാൻ ഒന്നും വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ ജസ്റ്റ് എൻ്റെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫോൺ പോലും ഞാൻ 1 TB ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വീണ്ടും കണ്ട് നമുക്ക് എല്ലാം ഒരു മെമ്മറിയാണ്, മനസ്സിലായോ, എത്തിയത്. അപ്പോൾ ഞാൻ ആ കണ്ടൻറ്റ് ചെയ്ത്, അതായത് പുള്ളി മറ്റേ ഒരുമാതിരി പ്രസവമൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ പറയുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ പണ്ടത്തെ പ്രഗ്നൻസിയിൽ ഇപ്പോൾ ജോജി ഇപ്പോൾ കൂടെ ഇല്ലായിരുന്നു. ബട്ട് ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ബട്ട് ഫുൾ ആ ഡെലിവറി ടൈം മൊത്തം ഫോണിലായിരുന്നു. എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഫോൺ വിളിച്ച് കണ്ട് കൊച്ചിൻ്റെ ഡെലിവറി കണ്ടില്ല. ബട്ട് എന്നാലും കാരണം ഡോക്ടർ പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത്രയും ക്ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. ബട്ട് അല്ലാതെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ വീഡിയോ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ, അവർ റീൽസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അവർ റീൽസ് എടുത്തുകൊണ്ട് ഇങ്ങനെ പിന്നെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ കാണാൻ ഇതിനൊക്കെ വേണ്ടി എടുത്താന്ന് അവർ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അകൽമാരൊക്കെ മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് തൊട്ട് ഉൾക്കൊണ്ടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ ഇത് കാണുന്നത്. ഈസിയായിട്ട് പ്രസവിച്ച് അങ്ങനെ അരി കുത്താന്നൊക്കെ പറഞ്ഞിട്ടില്ലത് കാണുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ദേഷ്യം വരുമല്ലോ, അത്രയ്ക്കും വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ പിന്നെയൊക്കെ പ്രസവം കഴിഞ്ഞ് ഇങ്ങനത്തെ റീൽസ് കൂടെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര പിന്നെ വിഷമവും കാര്യങ്ങളും ദേഷ്യമൊക്കെ വരും കേട്ടോ. ആ ദേഷ്യമാണ് ഇപ്പോൾ തെൻവിൻ്റെ കണ്ടത്. അപ്പോൾ അതാണ് കേട്ടോ, ആർക്കായാലും ദേഷ്യം വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഈസിയായി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അല്ലേ പ്രസവം. എന്തായാലും പറയുന്നതിനൊക്കെ ഒരു ഇതില്ലേ, എന്താ പറയേണ്ടത് എന്താണെന്നുള്ളതൊരു ഐഡിയ ഇല്ലല്ലേ. അവന് ഏത് പറഞ്ഞാലും പിന്നെ ഹിറ്റത്തീസ് എന്തായാലും വേറെ ലെവലിലുണ്ട് കേട്ടോ. ഏത് സംഭവം എടുത്ത് നോക്കിയാലും. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അഖിൽമാരാറിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് കേട്ടോ തെൻവി എല്ലാവർക്കും അറിയണമായിരിക്കും. കുറച്ച് മുമ്പ് പിന്നെ ഫസ്റ്റ് പ്രസവം കാര്യങ്ങളൊക്കെ ആയപ്പോണ്ടല്ലോ കുറേ വിവാദം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ ഫസ്റ്റത്തെ പ്രസവത്തിൽ. അപ്പോൾ ആരാന്നുള്ളത് പറയാം, നമ്മൾ ദിയാകൃഷ്ണൻ ഉണ്ടല്ലോ, ദിയാകൃഷ്ണൻ്റെ ഒക്കെ വല്യമ്മൻ്റെ മോളാണ് കേട്ടോ തെൻവി. അവരെ പിന്നെ ഫസ്റ്റത്തെ പ്രസവം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസവിക്കുന്ന സമയത്തൊന്നും അവരെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിട്ടുണ്ടായില്ല, കൊറോണ സമയത്താണ് കേട്ടോ. അപ്പോൾ അവർ വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്, പിന്നെ വരാൻ പറ്റാത്ത സാഹചര്യം കാര്യങ്ങളൊക്കെ അതിന് ശേഷം പിന്നെ അവർ കുറഞ്ഞൊരു ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ മാറി നിന്നത് കേട്ടോ. അപ്പോൾ അതാ അവർ പിന്നെ പ്രസവത്തെ കുറിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ എന്താ വെച്ചാൽ അവർ ആരുമില്ല, നാട്ടിലത്തോ ആരുമില്ല കേട്ടോ, കാനഡയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആരുമില്ല, സഹായത്തിനും കാര്യങ്ങൾക്കൊന്നും ആരും ഉണ്ടായിട്ടുണ്ടായില്ല, ഹസ്ബൻഡും ഇല്ല. പിന്നെ ഒരു പ്രസവം നടക്കുന്ന സമയത്ത് ആരെല്ലാം ഉണ്ടാവില്ലേ, നമ്മൾ കുടപ്പിറപ്പുകളായിട്ടും എല്ലാവരുമായിട്ടും ഉണ്ടാവും, പക്ഷേ അവർക്ക് ആരും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അവർ പിന്നെ സ്വന്തം അമ്മയായിട്ട് അമ്മൻ്റെ പോലെ ഉണ്ടായിരുന്നൊരു പിന്നെ അടുത്തൊരു അമ്മേനെ കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് തെൻവി ഒന്ന് കേട്ടു. ബട്ട് ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഇപ്പോൾ ലിയൻ അന്ന് എനിക്ക് നേരെ ഒന്നും നോക്കാൻ അറിയത്തില്ലായിരുന്നു, അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡെബി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുള്ളിക്കാരത്തി എൻ്റെ മമ്മിയാണ്, കനേഡിയൻ മമ്മിയാണ്. അപ്പോൾ അവരും ഞാനും ലിയാൻ എൻ്റെ ആദ്യത്തെ മോൻ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പെയാണ് പരിചയപ്പെട്ടത്. അവൻ ജനിക്കേണ്ട ഒരാഴ്ചയ്ക്ക് മുമ്പേ ആണ് ഞാൻ പരിചയപ്പെട്ട് ഡേ കെയറും തപ്പി നടക്കും. എനിക്ക് അന്നൊരു ജോലി വേണമെന്ന്, എന്നാലേക്ക് യോജീനെ കൊണ്ടുവരാൻ, എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരിത് കാണിക്കണം, എനിക്ക് ഇൻകം ഉണ്ട്, എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജോലിയും തപ്പിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഡെബീനെ പരിചയപ്പെടുന്നത്. അന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർ എനിക്ക് വേണ്ടി ഒന്നും അവർക്ക് വേണമെങ്കിൽ എന്നോട് എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ളതേ ഉള്ളൂ. അവരെനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവർ ലൈസൻസ്ഡ് ഡേ കെയറാണ്. 6 മാസം കുറഞ്ഞ കുട്ടികളെ എടുക്കാൻ പാടില്ല, എന്നാലും അവർ ഓൾമോസ്റ്റ് 12 വർഷം ഡേ കെയർ ചെയ്തുകൊണ്ട് അവരുടെ നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ വർക്കേഴ്സുണ്ട്, അവർ വന്ന് ചെക്ക് ചെയ്യും. കാരണം ഇവിടെ എല്ലാം കുട്ടികളെ ഫോക്കസാണ്, കിഡ്സ് ഫസ്റ്റ് എന്നാണ് അവരെ നോക്കുന്നത്. അപ്പോൾ അവരോട് അടികൂടി ഞാൻ അങ്ങനെയാണെങ്കിൽ ലൈസൻസ് ഡേ കെയർ അവർ നടത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ലിയൻ എൻ്റെ ആദ്യത്തെ മോനെ അവർ 7 ദിവസമായപ്പോഴാണ് അവർ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ഡെബി എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെൻ്റെ ലൈഫിൽ വന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ഏഞ്ചൽ വന്ന എൻ്റെ ലൈഫ് പോലെയായിരുന്നു. ഞാൻ ഈ ഏഞ്ചൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ അവരെൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് ഒരു അമ്മ ഇങ്ങനെയാണ് ഒരു കുട്ടിയോട് പെരുമാറേണ്ടത് എന്ന് ഞാൻ പഠിച്ചത്. ബിക്കോസ് എനിക്ക് എൻ്റെ അമ്മമ്മയാണ് എന്നെ നോക്കി വളർത്തിയത്, പക്ഷേ ആ അമ്മമ്മയാണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഞാൻ കൊച്ചിലാണെങ്കിൽ എനിക്ക് വെണ്ടയ്ക്ക മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറയാം, അമ്മമ്മ ഓക്കെ പറയും. പക്ഷേ ഒരു അമ്മയും മോളും എന്നുള്ളൊരു ബോണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ഡെബിയുടെ നിന്നാണ് ഞാൻ അത് ഒരുപാട് പഠിച്ചത്. എന്നെ രാത്രി എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ഡെബിയുടെ വീട്ടിലായിരുന്നു ഞാൻ മോസ്റ്റ്ലി കൊച്ചി ജനിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ ഒരുപാട് നാൾ അവിടെ വീട്ടിലായിരുന്നു. ഇവരെന്ന് വെച്ചാൽ എനിക്ക് ആരുമല്ലായിരുന്നു. എനിക്ക് ഇവരെ പേഴ്സണലി മുമ്പേ അറിയത്തില്ല, ഫാമിലി മെമ്പറല്ല. പക്ഷേ ഇവരെൻ്റെ ലൈഫിൽ വന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയത്. പക്ഷേ ഞാൻ പിന്നെ സ്വന്തമായിട്ട് എന്നോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് എനിക്ക് 21 വയസ്സ് കഴിഞ്ഞ് 22 വയസ്സ് കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞതുമാണ് ഇവൻ ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ആരുടെയും ഹെൽപ്പില്ല. പിന്നെ ഡെബി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ അത്രയും അവനെ നോക്കിയില്ലേ. അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അവൾ 10-15 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ അവൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പഠിപ്പും ജോലിയും കാര്യങ്ങളൊക്കെ നേടി പിന്നെ പഠിച്ചതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഹസ്ബൻഡിന്. പിന്നെ
പിന്നെ കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടെന്നാണ് കേട്ടോ ജോലി സ്ഥലത്ത് നിന്ന് അതിന് കുറച്ച് ക്യാഷിനും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടായിന്. അപ്പോൾ അവർ സ്വയം പഠിച്ച് ജോലി വാങ്ങി അവരെ പിന്നെ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു മോനുണ്ടല്ലോ പ്രസവിച്ച ഉടനെ തന്നെ അമ്മനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആരും അല്ലാത്തൊരു അമ്മേനെ കേട്ടോ, ആരുമല്ല, അവർക്ക് പരിചയമില്ല പണ്ട് ആദ്യമൊന്നും. അതിനെ കുറിച്ചിട്ടാണല്ലോ അവൾ പറഞ്ഞത്. അതേ പരിചയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇത്രയും പരിചയമില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് അവൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഖിൽമാരുണ്ടല്ലോ അവരുടെ ആ ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ ആ സമയത്താണ് കേട്ടോ അവർ ഇപ്പോൾ അതാ തെൻവി ഉണ്ടല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവർ പിന്നെ അവളുടെ ഹസ്ബൻഡ് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗർഭിണിയൊക്കെ ആയി ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രസവം നടക്കുന്ന സമയത്ത് കഴിയുന്ന സമയത്താണ് കേട്ടോ അഖിൽമാരുടെ ഈ പ്രശ്നം കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇത് കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തെൻവിട്ട രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര വ്യൂസും കാര്യങ്ങളും മില്യൺ കണക്കിന് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പിന്നെ കമൻറ്റ് കൂടുതൽ കാണുന്നത് എന്താ വെച്ചാൽ അഖിൽമാരേറെ പറഞ്ഞ ഇത് സുഖപ്രസവം ഇതാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറേ കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോഴാണ് കേട്ടോ ഈ തെൻവി ഇതെന്ത് സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടി പിന്നെ ഫോണിൽ നോക്കുമ്പോൾ അപ്പോഴാണ് അഖിൽമാരുടെ ഈ ഇഷ്യൂ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ആരാന്ന് തന്നെ അറിയില്ല, അഖിൽമാരാർ ആരാന്നോ എന്താ ഏതാന്നൊന്നും അറിയില്ല കേട്ടോ. അതൊന്ന് കണ്ടോക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പുള്ളീനെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളീനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അയാൾ ചെയ്ത വീഡിയോ കണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തോടെ എനിക്കങ്ങ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഒരു ആണായിട്ട് ജനിച്ചിട്ട് ഒരു പെണ്ണിൻ്റെ ലൈഫ് എങ്ങനെയാണ്, ഒരു ഡെലിവറി എങ്ങനെയാണ്, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ, അയാൾക്കൊരു കൊച്ചുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് അയാൾ പേഴ്സണലി ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കാര്യമല്ലായിരുന്നു, ഇപ്പോൾ കാര്യമാണ് എന്നൊക്കെ പറയണ കേൾക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുക, ആ ഒരു ടൈമാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ അങ്ങനെ ആരെയും താറ്റിയോ അങ്ങനെ ഒന്നും പറഞ്ഞ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ആ ടൈമിൽ അത് വല്ലാതെ ഒരു ഡിസ്കംഫർട്ടായിട്ട് തോന്നി. അപ്പോഴത്തേക്കാണ് ഞാൻ മറ്റേ ഒരു വീഡിയോ ചെയ്തിറക്കിയത്. മറ്റേ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നമുക്ക്. എന്താണ് മക്കളെ വിഷമിച്ചിരിക്കുന്നത്? ഡെലിവറിയുടെ എൻജോയ്മെന്റ് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് പേപ്പർ സൈൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് പോയി 2 കിലോ അരി ഇടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെക്കാളും വൈറലായി. ഞാൻ ഒന്നും വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ ജസ്റ്റ് എൻ്റെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫോൺ പോലും ഞാൻ 1 TB ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വീണ്ടും കണ്ട് നമുക്ക് എല്ലാം ഒരു മെമ്മറിയാണ്, മനസ്സിലായോ? എസ്പെഷ്യലി ഈ പ്രഗ്നൻസി ഡെലിവറി ടൈം. അപ്പോൾ അതായിരുന്നു എൻ്റെ ആഗ്രഹം. അവർക്ക് നിശ്ചയില്ലേ അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് വരെ പോയിട്ടുണ്ടായിട്ടും അറിയില്ല. പക്ഷെ അവർ ജോലി കാര്യങ്ങളും മറ്റൊക്കെ ഒക്കെ ആയിട്ട് കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളും ജോലിക്ക് പോണ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ബിഗ് ബോസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വല്ലാതൊന്നും കാണൂലല്ലേ. അപ്പം അങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും. അത് ഓണിട്ട് ട്രോൾ ചെയ്താണോന്ന് അവൻ പറയാൻ പറ്റൂല കേട്ടോ. അതാരാ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അതും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവരെ അങ്ങനെ തന്നെ കേട്ടോ ഈ പ്രശ്നം. അപ്പോൾ അതാ തെൻവി പറഞ്ഞ കാര്യം പിന്നെ ഇട്ട ഷോർട്ട് വീഡിയോ ഒക്കെ ആണ് കേട്ടോ മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളും കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൾ അത് വേറെല്ലാം വേണ്ടിയിട്ട് ഈ സമയത്ത് പിന്നെ ഇട്ടതൊന്നല്ല കേട്ടോ, മനഃപൂർവ്വം ഇട്ടതല്ല. പക്ഷെ ആ റീൽസ് ഇടലും ഇവരെ പ്രസവം പിന്നെ ഈ അഖിൽമാരാറിൻ്റെ ഇഷ്യൂവും കാര്യമൊക്കെ ഒന്നിച്ചായി പോയിട്ടോ. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആരും പിന്നെ ഇപ്പോൾ പ്രസവത്തിന് ഉണ്ടല്ലോ ഒരു മോളാണ് ജനിച്ചിട്ടുള്ളത്. ആദ്യത്തെ മോനാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. പിന്നെ അവർ അതേമാതിരിക്ക് തന്നെ പിന്നെ ഹസ്ബൻഡും കൂടെ ഉണ്ട്, പെൺകുഞ്ഞുമായിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പടം വെച്ച് നോക്കുമ്പോൾ ഹാപ്പി തന്നെയാണ് കേട്ടോ. കൂടെ ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് വെച്ച് തന്നെ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പി ആവുമല്ലോ. അതേമാതിരി പിന്നെ അവൾ ഇപ്രാവശ്യം പിന്നെ പ്രസവത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ പ്രസവം ഭയങ്കര തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രസവത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര എന്തായാലും അങ്ങനെ തന്നെ ആവുമല്ലോ. സുഖപ്രസവം എന്ന് പറയുള്ളൂ കേട്ടോ, സുഖപ്രസവം അല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ആകെ അപ്പൂപ്പനൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൂപ്പനെ കൊച്ചിനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം അമ്മമ്മേനെ വിളിച്ചെന്തായാലും പറഞ്ഞിട്ടുണ്ട്. കൊച്ച് വരാറായി, ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് കാര്യം. യോജി എന്തായാലും കൂടെ ഉണ്ട്. പാറു ഇപ്പോൾ വരും. നമ്മൾ ഇന്നലെ വീട്ടിൽ പറഞ്ഞു വിട്ടു അവരെ ഇപ്പോൾ കിടക്കാൻ. കാരണം രാത്രി എന്തായാലും ഡയലേഷനൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ വാട്ടർ ബ്രേക്കായി കുറേ പോയി.
ഫ്ലൂയിഡ് കുറേ പോയി. അപ്പോൾ അപ്പൂപ്പനമ്മ മേലേനെ നോക്കി വളർത്തിയത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. എന്തായാലും അവന് അമ്മമ്മ ഉണ്ട്. സോ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നില്ല. എന്തായാലും അപ്പൂപ്പൻ സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് വേണ്ടി അപ്പൂപ്പ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. സോ അച്ഛൻ എന്തായാലും 2009 പാസ് പോയി. അപ്പോൾ അച്ഛൻ്റെ സിസ്റ്ററിനെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു ഹോസ്പിറ്റലാണെന്ന്. പുൽക്കട്ടി ഗോഡ് വരുമ്പോൾ വരും. എന്തായാലും ഒരു കൂടിപ്പോയി ഒരു 4-5 hours ഉള്ളൂ. അതിനകത്ത് അവൾ എന്തായാലും വരും. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. പിന്നെ അപ്പോൾ അതായതാണ് കേട്ടോ. അത് കണ്ടപ്പോണ്ടല്ലോ എല്ലാവർക്കും വിഷമം വരാത്ത ഉണ്ടാവില്ല അല്ലേ? എനിക്ക് കണ്ടപ്പോണ്ടല്ലോ കരച്ചിൽ വന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആരും ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് കൂടപ്പുറപ്പായിട്ട് ആരെല്ലാം ഉണ്ടല്ലേ? ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അതേമാതിരി ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ കൂടപ്പുറപ്പായിട്ട് ഉപ്പ ആരും ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എന്തായാലും ടെൻഷനും കാര്യങ്ങളും വരും. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ പ്രസവത്തിൽ കഴിഞ്ഞ പ്രസവത്തിൽ പിന്നെ ഹസ്ബൻഡും ഇല്ല, ആരും ഇല്ല കേട്ടോ. അവരെ പിന്നെ എന്തെല്ലാം മാനസികാവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടാവും അല്ലേ? അമ്മക്കും ഇതൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ചെയ്യുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.